പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ തലവന്മാർ പങ്കെടുത്തു. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിന് മുന്നോടിയായാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം. അതേസമയം ജമ്മുകശ്മീരിൽ ഭീകരർക്കെതിരെ സൈനിക നീക്കം അങ്ങനെ തുടരുകയാണ്. വിനിത വിജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. വിനിത, ഗുഡ് ഈവനിംഗ്. വിനിത, എന്തായാലും കുറച്ച് നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോഴൊക്കെ തന്നെ കടന്നു പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രി എത്തി അവിടെ ഒരു ചർച്ച നടക്കാൻ അല്പസമയത്തിനകം നടക്കുമെന്ന് അറിയുന്നു. അപ്പോൾ ആ ചർച്ചയിൽ എന്താകും അജണ്ട, എന്ത് കാര്യങ്ങളിലാണ് അടുത്ത തീരുമാനങ്ങൾ എന്നുള്ളത് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഇപ്പോഴുണ്ടായ ഈ ചർച്ചയിൽ ഉന്നതതല യോഗത്തിൽ അമിത്ഷാ പങ്കെടുത്ത ഉന്നതതല യോഗം, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ. സ്മിത, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിർണായകപ്പെട്ട യോഗങ്ങൾ, നിർണായകമായ കൂടിക്കാഴ്ചകൾക്കൊക്കെ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്നും അത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു യോഗമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് 2:30 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ യോഗം ആരംഭിച്ചിരുന്നത്. വിവിധ സൈനിക മേധാവികളൊക്കെ തന്നെ, സേനാ വിഭാഗങ്ങളിലെ മേധാവികളൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാകിസ്ഥാനെതിരെ സൈനിക നീക്കങ്ങളിലേക്കടക്കം ഇന്ത്യ കടന്നേക്കുമെന്ന സൂചനകൾക്കിടെയാണ് ഇങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളിലെ മേധാവികളെയൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം ആഭ്യന്തര സെക്രട്ടറിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിർണായകമായിട്ടുള്ളൊരു നീക്കങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ ചില നിയന്ത്രണം വേണമെന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ അത് പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയായിരിക്കും ഉണ്ടാവുക. അതേസമയം നാളെ 11 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഇന്ന് ഈ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, തീരുമാനങ്ങൾ, ഒപ്പം തന്നെ സുരക്ഷാവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായ നടപടിക്രമങ്ങളൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ യോഗത്തിൽ സംസാരിക്കും. അതിനുശേഷം ശക്തമായിട്ടുള്ളൊരു നടപടി ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അതിർത്തികളിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നൊരു പശ്ചാത്തലമാണുള്ളത്. കുപ്വാരയിലും ബാരാമുള്ളയിലും ഒപ്പം ഈ അതിർത്തിയോട് ചേർന്നുള്ള അഗ്നൂരിലും അടക്കം പാക് പോസ്റ്റുകളിൽ നിന്ന് തുടർച്ചയായി വെടിവെപ്പുണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ജമ്മു കാശ്മീർ ഉള്ളത്. ഇതിനോടകം തന്നെ കൂടുതൽ സൈനികരടക്കം വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുമുണ്ട്. ഇനി ഈ സൈനിക നീക്കം അത് ഏത് തരത്തിൽ വേണം, ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ഏത് തരത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത്. സ്മിത, ശരി. വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും ഉന്നതതല യോഗങ്ങളും അങ്ങനെ നടക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലും ഉന്നതതല യോഗം. സംയുക്ത സൈനിക മേധാവിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.